ഭയങ്കര ബോറടി. ഇയാൾ എന്തെങ്കിലും തമാശ പറയോ? ഉറപ്പാണ് പുരോഗതി, ഉറപ്പാണ് LDF. അവൻ ഒരു ഊടായിപ്പിന്റെ ഉസ്താദാ. വേറൊരുത്തനുണ്ട് കേരളത്തിന്റെ വനം മന്ത്രി. ഇതുപോലൊരു ടോട്ടൽ നോൺസെൻസ്, വർഗീയവാദി, ഡെമോക്രാറ്റിക് റാസ്കൽ, ഇതുപോലൊരു അട്ടർ വേസ്റ്റ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഏതോ കാലത്ത് വേസ്റ്റ് ബിന്നിൽ തള്ളേണ്ടവനെയൊക്കെ ഇന്ന് കേരളത്തിന്റെ വനം വന്യജീവി മന്ത്രിയായിട്ട് വെച്ചിരിക്കുക. അജീഷിന്റെ മകളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ വയനാട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര്. പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസും ഗുസ്തിയും വിവരക്കേടുമായതുകൊണ്ട് ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. MP രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മന്ത്രിമാരോട് വന്നിട്ട് പറഞ്ഞത് കാട്ടിന്റെ നടുവിൽ ആടിനെയും കോഴിയും എല്ലാം കൊണ്ടുവന്നിടുന്നത് കൊണ്ടാണ് ഇവിടേക്ക് കടുവയും ആനയും ഒക്കെ വരുന്നതെന്ന്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇയാളുടെയൊക്കെ തലയ്ക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ പോലും ആ തലയ്ക്കകത്ത് ഇടമില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുകയല്ലേ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇയാളുടെയൊക്കെ തലയ്ക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ പോലും ആ തലയ്ക്കകത്ത് ഇടമില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുകയല്ലേ. രാജേഷ് വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് വിവരക്കേട് തന്നെയായിരിക്കും മുഖമുദ്ര. ഉറപ്പാണ് പുരോഗതി, ഉറപ്പാണ് LDF. പിണറായി വിജയൻ ഒഴികെ നാട്ടിലെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചിരിക്കുക. പിണറായി വിജയന്റെ മാത്രം വില വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു.